ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാമ റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കാൻ നിൽക്കുകയാണ്. എല്ലാവരുടെയും ഡ്രസ്സ് കൊടുത്തോണ്ട് വന്ന് അതെല്ലാം തിരുമ്പാൻ നിൽക്കുകയാണ്. അങ്ങനെ അത് കണ്ടും കൊണ്ട് ഭാവന വരികയാണ് കേട്ടോ. അപ്പോൾ ഭാവന ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഭാമ പണിയെടുക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഭാവന അങ്ങ് ചെല്ലുകയാണ് ട്ടോ. എന്താ മോളെ നീ ഈ കാണിക്കുന്നത്? നിന്നോട് ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ എത്ര പേരുണ്ട്, അവർ ചെയ്യുമല്ലോ, പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ ഭാമ പറയണ, അതിന് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്ന ജോലി തന്നെയാണല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്. നീ സാധാരണ ഒരു ഗർഭിണിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്കും കുഞ്ഞിനുമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നീ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് സരോഗസി വഴിയുള്ള കുഞ്ഞിന് ജന്മം നൽകാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജോലികളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ ഒരു 6 ആഴ്ചയെങ്കിലും നീ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ചേച്ചി ഇതൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് ഭാമയെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന തന്നെ ആ ഡ്രസ്സുകളൊക്കെ അലക്കുകയാണ്. അപ്പോൾ ഭാമയ്ക്ക് ഇങ്ങനെ സങ്കടം വരികയാണ് കേട്ടോ. ചേച്ചി സത്യം അറിയാതെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ചേച്ചിയോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? ആദ്യം അബിയെ വിളിച്ച് കാര്യം പറയാം, എന്നിട്ട് ചേച്ചിയോട് എല്ലാ കാര്യവും തുറന്നു പറയാമെന്ന് ഭാമ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാമ മാറി നിന്നിട്ട് ഭാവനയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഭാവന ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുന്ന സമയത്ത് ഭാമയ്ക്ക് ഒരുപാട് വിഷമം വരികയാണ്. അങ്ങനെ ഭാമ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് രാത്രിയാകുന്ന സമയത്ത് ഭാവനയൊക്കെ വീട്ടിലെ എല്ലാവരും ഉറങ്ങുകയാണ്. ഭാവനയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഭാവന ഒരു സ്വപ്നം കാണുകയാണ് കേട്ടോ. ഭാവന ഗർഭിണിയായതും സൂര്യ ഭാവനയ്ക്ക് കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും, പിന്നീട് ഭാവന പ്രസവിച്ച ശേഷം കുഞ്ഞുമൊത്ത് ഭാവനയും സൂര്യയും കൂടിയിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുന്നതും, അങ്ങനെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഭാവന സ്വപ്നം കാണുകയാണ്. ആ സമയത്താണ് ഭാമ റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് ഭാവന കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭാമയ്ക്ക് സങ്കടം വരികയാണ്. അങ്ങനെ ഭാമ പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഭാവനയുടെ കാലിൽ അങ്ങ് പിടിച്ച ശേഷം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ കാലിൽ ആരാണ് പിടിക്കുന്നത് എന്ന് അറിയാതെ ഭാവന പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ. എന്ന് നോക്കുന്ന സമയത്ത് ഭാമയെ കാണുകയാണ്. അപ്പോൾ എന്താ മോളെ, എന്താ നീ ഈ ചെയ്യുന്നത്? എന്തിനാ നീ കരയുന്നത്? എന്താ നിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുകയാണ് കേട്ടോ. എന്നിട്ട് ഭാമയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. മോൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചേച്ചിയെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ചതിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭാവന തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഭാമ എല്ലാ സത്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ആ സന്തോഷം പെട്ടെന്ന് തന്നെ ഇല്ലാതായി ചേച്ചി എന്ന്. എന്താ മോളെ നീ പറയുന്നത്? എനിക്കറിയാലോ നിൻ്റെ മനസ്സ്, നീ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത് എന്ന് എനിക്കറിയാമല്ലോ. നിൻ്റെ മനസ്സ് അത്രയ്ക്ക് വലുതായത് കൊണ്ടാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഭാമ പറയണേ, ഞാനും അമ്മയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അവിടുന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഭാവനയോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഭാവന ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയും അറിയാതെ അങ്ങ് കരഞ്ഞു പോവുകയാണ്. ആ ഒരു കാര്യം കേട്ടതോടുകൂടി അങ്ങനെ ഭാമ പറയുകയാണ്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭാവനേച്ചിയുടെയും സൂര്യേട്ടൻ്റെയും കുഞ്ഞല്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഭാവനയ്ക്കങ്ങ് സങ്കടം വരികയാണ്. അങ്ങനെ സങ്കടത്തോടു കൂടി ഭാവന അറിയാതെ നിന്ന് കരഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാമയെ ചേർത്ത് പിടിച്ച് ഭാവന അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിന്റെ മനസ്സിൻ്റെ വലുപ്പം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും എനിക്ക് ഈ സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയാൻ തോന്നിയത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, സേതുവേട്ടനെ അറിയിക്കട്ടെ എന്നും പറഞ്ഞ് ഭാവന അവിടുന്ന് ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോകാൻ നിൽക്കണ്ടോ. അപ്പോൾ ഭാമ അങ്ങ് തടയുകയാണ്. എന്നിട്ട് ഭാമ പറയാണ്, ചേച്ചി തന്നെയല്ലേ പറയാറ് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം കുഞ്ഞിനെ അംബാലിക അമ്മയുടെ കയ്യിലാണുള്ളത്. അംബാലിക ആൻറ്റി കുഞ്ഞിന് ഒന്നും ചെയ്യരുത്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നോട് ഈ സത്യമെല്ലാം തന്നെ മറച്ചു വെപ്പിച്ചത്. അതുകൊണ്ട് അബിയെ പോലും ഞാൻ ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഭാമ പറഞ്ഞതിലും കാര്യമുണ്ട്. തൽക്കാലം ഇപ്പോൾ ഈ വീട്ടിലുള്ള ആരും തന്നെ അറിയരുത് എന്ന് ഭാവന തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാമയോട് പറയാണ്, നീ തൽക്കാലം ഈ രഹസ്യം ആരോടും പറയണ്ട. ഇതിന് എനിക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാമെന്ന് ഭാമയോട് പറയുകയാണ്. എന്നിട്ട് ഭാമയെ ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഭാമയോട് പറയുകയാണ്, അംബാലിക ആൻറ്റിയുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, നിന്നെയും അബിയെയും പിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അബിയോട് പോലും ഈ സത്യം പറയരുത് എന്ന് അംബാലിക ആൻറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് ഒരു ദിവസം ഈ സത്യമെല്ലാം അബി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുക്കുകയും
ചെയ്യുകയും നിന്നിൽ നിന്നും അബി അകന്നു പോവുകയും ചെയ്യും. അതിനു വേണ്ടി തന്നെയാണ് ഇവർ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല മോളെ, നീ ആശ്വസിക്ക്, നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് ഭാവന ഭാമയോട് പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഭാവന നേരെ അംബാലികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അംബാലികയാണെങ്കിലോ ആരാണ് കതക് തുറന്നു വരുന്നത് എന്ന് നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഭാവന ദേഷ്യത്തോട് കൂടിയിട്ടാണ് അംബാലികയുടെ വീട്ടിൽ ചെല്ലുന്നത്. എന്നിട്ട് കതകങ്ങ് വലിച്ചു തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് അംബാലികയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ അംബാലിക ചോദിക്കുക, എന്താ ഭാവനെ ഇവിടേക്ക് രാവിലെ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഭാവന അംബാലികയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അടി കിട്ടിയതോടുകൂടി അംബാലിക ആകെ അന്തം വിടുകയാണ്. എന്തിനാണ് നീ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റിയോട് ഞാനൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇവിടെ നിന്നും ഞാൻ ഭാമയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആൻറ്റി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്ടോ. അടി കിട്ടിയതോട് കൂടിയിട്ട് അംബാലിക അക്കാര്യം എന്തിനാണെന്നുള്ളത് മനസ്സിലാകുന്നൊക്കെയുണ്ട്. എന്നിട്ട് അംബാലിക അഭിനയിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്താ ഭാവന നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഭാവന അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ നിന്നും ഭാമയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് നിങ്ങൾ തടഞ്ഞു. അപ്പോഴേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളോട് ഞാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ഭാമയുടെ കൂടെ ഇക്കാര്യത്തിന് കൂട്ടുനിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്ന് ഞാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതല്ല, നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ടാണ്, എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആദ്യം ഞാൻ ചോദിക്കുകയല്ല ചെയ്യുക, നിങ്ങളുടെ കാരണം നോക്കി ഞാൻ പൊട്ടിക്കുകയാണ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ സത്യവും അറിഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഭാമയുടെ കുഞ്ഞിനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതും ഭാമയെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യിപ്പിച്ചത് എന്തിനാണ് എന്നാണ് ഇനി എനിക്ക് അറിയേണ്ടത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന കാര്യം, അതാണ് എനിക്കിനി അറിയേണ്ടത് എന്ന് പറയുമ്പോൾ അംബാലിക അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, എന്ത് ഉദ്ദേശം? നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഭാവനെ ഞാൻ ഇതിന് കൂട്ടുനിന്നത്. കാരണം നീ ഒരു അമ്മയാവണം എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് തോന്നിയതാണ്. നിനക്ക് വേണ്ടി നല്ല കാര്യമല്ലേ ഞാൻ ചെയ്തത്. പിന്നെ എന്തിനാണ് ഭാവനെ നീ എന്നെ ഇങ്ങനെ അടിച്ചതൊക്കെ എന്ന് പറയുമ്പോൾ, നിങ്ങളെ അടിക്കുകയല്ല വേണ്ടിയിരുന്നത്. നിങ്ങളുടെ കയ്യിലിരിപ്പിന് നിങ്ങൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ സത്യമൊക്കെ അഭി അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം മകൻ്റെ കുഞ്ഞിനോട് പോലും ദയ കാണിക്കാത്ത നിങ്ങൾ ഒരു സ്ത്രീയാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അംബാലിക ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അംബാലികയുടെ കള്ളത്തരം കൈയോടെ പിടികൂടുകയാണ്. അപ്പോൾ അംബാലിക പറയണേ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഭാവനെ ഇതിനൊക്കെ കൂട്ടുനിന്നത്. നീ തന്നെ നിന്റെ ഭാമയോട് ചോദിക്കാമായിരുന്നില്ലേ? അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് നിന്നെ വിളിച്ച് എല്ലാ സത്യവും പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അവൾ പറയാതിരുന്നത്? അതെന്താ നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഭാവനയ്ക്ക്, നിങ്ങൾ ഭാമയെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം പേരക്കുട്ടിയെ വെച്ചിട്ടാണ് നിങ്ങൾ ഭീഷണി സ്വരം മുഴക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതും നിങ്ങൾക്കും നിങ്ങളുടെ ഏട്ടനുമല്ലേ അറിയുകയുള്ളൂ. എന്തായാലും ആ ഉദ്ദേശം ഇനി നടക്കാൻ പോകുന്നില്ല. അടുത്ത എപ്പിസോഡിൽ അംബാലികയോട് ഭാവന പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ 2 പേരെയും നിങ്ങളെപ്പോലെ ഒരു ദുഷ്ട മനസ്സുള്ള ആളുടെ അടുത്തേക്കാണല്ലോ പറഞ്ഞയക്കേണ്ടി വന്നത്. ഞങ്ങളുടെ ഒരു തലവിധി. നിങ്ങൾ എവിടെയാണ് കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദക്ക് കുഞ്ഞിനെ തന്നോളണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നീട് ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തും. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാമുള്ള ശിക്ഷ ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയട്ടോ. അങ്ങനെ ഭാവനയുടെ ആ ഒരു ഭാവവ്യത്യാസം കാണുന്ന സമയത്ത് അംബാലിക അങ്ങ് പേടിച്ചു പോവുകയാണ്. അങ്ങനെ അരുന്ധതി കുഞ്ഞുമായിട്ട് താഴേക്ക് വരികയാണ്. അങ്ങനെ അരുന്ധതിയുടെ മുന്നിൽ വെച്ച് എല്ലാ കാര്യവും ഭാവന പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞുമായിട്ട് നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാവന എല്ലാവരെയും വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സൂര്യയും ജയനിർമ്മലയും ഒക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ ഭാമയുടെ കയ്യിൽ അങ്ങ് കൊടുക്കുകയാണ്. കുഞ്ഞിനെ കിട്ടിയതോടുകൂടി ഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ ഭാവന ഈ കുഞ്ഞിനെ കൊണ്ടുവന്നതും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഭാവന ആ സത്യം അങ്ങ് തുറന്നു പറയുകയാണ്. ഭാമയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെയും സൂര്യയുടെയും കുഞ്ഞല്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ജയനിർമ്മലയും സൂര്യയും ഗായത്രിയും സേതുവും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ ഭാവന നീ പറയുന്നത് എന്ന് സൂര്യ ചോദിക്കുകയാണ്. അങ്ങനെ ഭാവന വിശദമായിട്ട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടോണ്ട് നിൽക്കുന്ന ജയനിർമ്മലയൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഭാവന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, എൻ്റെയും സൂര്യയുടെയും കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നടത്തി തരുക തന്നെ ചെയ്യും. അതിനുള്ള വഴി ദൈവമായിട്ട് തന്നെ കാണിച്ചു തരും എന്ന്
പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ ഗായത്രിക്കും സൂര്യയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. ഇനി ഭാവന സ്വപ്നം കണ്ടതുപോലെ തന്നെ ഭാവന ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക തന്നെയാണ് ചെയ്യുന്നത്. ഭാവന എല്ലാ കാര്യവും തരണം ചെയ്ത ശേഷം ഭാവന ഒരു അമ്മയാവുകയാണ്.